മാത്സ് ഐഡന്റിറ്റീസ് ഡെറിവേഷൻ പാർട്ട് 3. ഇത് പാർട്ട് 3 ആണ്. നമ്മൾ ഇതിന് മുമ്പ് 2 പാർട്ട് ചെയ്തിരുന്നു. അതായത് കണക്കിൽ കുറെ ഐഡന്റിറ്റീസ് ഉണ്ട്, സർവസമവാക്യങ്ങൾ. അതിൻ്റെയൊക്കെ ഡെറിവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒന്നാം ഭാഗത്തിൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്തു, രണ്ടാം ഭാഗത്തിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്തു. ഇതിൽ പാർട്ട് 3 a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഒരു ഐഡന്റിറ്റിയാണ്. a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതെന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ഐഡന്റിറ്റി എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ഐഡന്റിറ്റിയുടെ ലെഫ്റ്റ് സൈഡ് എടുക്കുക. ഐഡന്റിറ്റിയുടെ ലെഫ്റ്റ് സൈഡ് എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ആദ്യ ബ്രാക്കറ്റ് ആദ്യത്തെ എടുക്കും, ആദ്യ ബ്രാക്കറ്റത്തെ ആദ്യത്തെ, അപ്പോൾ എ, അതുകൊണ്ട് രണ്ടാം ബ്രാക്കറ്റിനെ മുഴുവൻ ഗുണിക്കുക. അതുകൊണ്ട് രണ്ടാം ബ്രാക്കറ്റിനെ മുഴുവൻ, അപ്പോൾ എ ഇൻറ്റു എ മൈനസ് ബി. ആദ്യത്തെ ബ്രാക്കറ്റ് രണ്ടാമത്തെ എടുക്കുക, ആദ്യത്തെ ബ്രാക്കറ്റ് രണ്ടാമത്തെ എന്താ പ്ലസ് ബി ഇൻറ്റു, അതുകൊണ്ടും രണ്ടാം ബ്രാക്കറ്റിനെ മുഴുവൻ ഗുണിക്കുക. അതുകൊണ്ടും രണ്ടാം ബ്രാക്കറ്റിനെ മുഴുവൻ ഇൻറ്റു എ മൈനസ് ബി. ഇതെങ്ങനെ ഗുണിക്കുക? എ കൊണ്ട് എനെ ഗുണിക്കുക, എ കൊണ്ട് നെഗറ്റീവ് ബിനെ ഗുണിക്കുക. എ ഇൻറ്റു എ സ്ക്വയർ, അത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. അടുത്ത എ ഇൻറ്റു ബി എ ബി, പക്ഷേ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് മൈനസ് എ ഇൻറ്റു ബി എ ബി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ വഴി എങ്ങനെയാണ്? ബി കൊണ്ട് എനെ ഗുണിക്കണം, ബി കൊണ്ട് നെഗറ്റീവ് ബിനെ ഗുണിക്കണം. ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം, രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് എ ബി. ബി ഇൻറ്റു നെഗറ്റീവ് ബി ഇൻറ്റു ബി സ്ക്വയർ ആണ്, പക്ഷേ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആണ്, മൈനസ് ബി ഇൻറ്റു ബി സ്ക്വയർ. ഇതിൽ നോക്കുമ്പോൾ മൈനസ് എ ബി പ്ലസ് എ ബി, നെഗറ്റീവ് എ ബി പോസിറ്റീവ് എ ബി, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ, അതായത് രണ്ടും തുല്യമാണ് പക്ഷേ വിപരീത ചിഹ്നങ്ങളാണ്. രണ്ട് സംഖ്യകൾ തുല്യമാവുക, അത് രണ്ടും വിപരീത ചിഹ്നവും വന്നാൽ കൂട്ടിയ 0 ആയിരിക്കും. രണ്ടെണ്ണം തുല്യമാവുക, രണ്ടിൻ്റെ ചിഹ്നങ്ങൾ വിപരീതമായ കൂട്ടിയ 0. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയ 0 ആയിപ്പോയി. ബാക്കി ഇവിടെ എന്താണത്? എ സ്ക്വയർ, പിന്നെന്താണത്? മൈനസ് ബി സ്ക്വയർ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്തു, നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടി. അങ്ങനെയാണ് ഈ ഐഡന്റിറ്റി ഡിറൈവ് ചെയ്തെടുത്തത്.